ടസ്കാനിയയിലെ പുരാതന നഗരമായിരുന്ന ജെമിനിയായിലാണ് വിശുദ്ധ സെറാഫീന ജനിച്ചത്. അവളുടെ ഓർമ്മപുതുക്കൾ സാന്താഫീന എന്ന പേരിൽ ആഘോഷിച്ചു വരുന്നു. വളരെ നല്ല രീതിയിൽ ജീവിച്ചതിനു ശേഷം ദരിദ്രത്തിലേക്ക് വഴുതി വീണ ദമ്പതികളായിരുന്നു വിശുദ്ധയുടെ മാതാപിതാക്കൾ. അവൾ എപ്പോഴും തന്റെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗം ദരിദ്രത്തിൽ കഴിയുന്നവർക്കായി ദാനം ചെയ്യുക പതിവായിരുന്നു. അവൾ തന്റെ ഭവനത്തിൽ സന്യാസപരമായ ജീവിതമാണ് നയിച്ചിരുന്നത്. പകൽ മുഴുവൻ തുന്നൽ പണികളും രാത്രിയുടെ ഭൂരിഭാഗം പ്രാർത്ഥനയിലുമാണ് അവൾ ചിലവഴിച്ചിരുന്നത്. കർത്താവിന്റെ കുരിശിലെ സഹനങ്ങളെ സഹനം അനുഭവിക്കാനുള്ള ആഗ്രഹത്താൽ 6 വർഷത്തോളം അവൾ ഒരു മരപ്പലകയിൽ അനങ്ങുവാനും തിരിയുവാനും കഴിയാത്ത ഒരേ അവസ്ഥയിൽ തന്നെ കിടന്നു. ജോലി ചെയ്യുവാനും യാചിക്കുവാനുമായി അവളുടെ മാതാവ് മണിക്കൂറുകളോളം അവളെ ഒറ്റക്കാക്കി പോകുമായിരുന്നു. എന്നിരുന്നാലും അവൾ യാതൊരു പരാതിയിലും പറഞ്ഞിരുന്നില്ല. കഠിനമായ വേദനകൾ സഹിക്കുമ്പോൾ അവൾ തന്റെ കണ്ണുകൾ ക്രൂശിത രൂപത്തിൽ ഉറപ്പിച്ചുകൊണ്ട് വളരെ ശാന്തതയോടെ കിടക്കുമായിരുന്നു. എന്റെ വേദനകളല്ല യേശുവേ, നിന്നെ കാണുവാനുള്ള ആഗ്രഹമാണ് എന്നെ വേദനിപ്പിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. അവളുടെ മരണത്തിന് 8 ദിവസങ്ങൾക്ക് മുമ്പ് അവളെ ശ്രദ്ധിക്കുവാൻ ആരുമില്ലാതെ തനിച്ചു കിടക്കുന്ന അവസരത്തിൽ വിശുദ്ധ ഗ്രിഗറി അവൾക്ക് ദർശനം നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: പ്രിയ മകളെ, എന്റെ തിരുനാൾ ദിനം നിനക്ക് ദൈവ വിശ്രമം തരും. വിശുദ്ധന്റെ വാക്കുകൾ പോലെ അവൾ തിരുനാൾ ദിനത്തിൽ ലോകത്തോട് വിട പറഞ്ഞു. അന്ത്യകർമ്മങ്ങൾക്കായി അവളുടെ മൃതദേഹം കിടത്തിയിരുന്ന പലകയിൽ നിന്നും അത് മാറ്റിയപ്പോൾ അഴുകിയ ആ പലക വെള്ള ലില്ലി പുഷ്പങ്ങളാൽ അലങ്കൃതമായിരുന്നതിനാൽ കാണപ്പെട്ടു. വിശുദ്ധയുടെ തിരുനാൾ ദിനമായ മാർച്ച് 12 പുഷ്പിക്കുന്ന വെള്ള ലില്ലി പുഷ്പങ്ങളെ ജർമ്മനിയയിലെ കർഷകർ സാന്താഫിനായുടെ പുഷ്പങ്ങളെന്നാണ് ഇപ്പോഴും വിളിക്കുന്നത്.